എവിടെ എത്തി ഈ ആരോഗ്യ വകുപ്പ് കേരളത്തിൽ? അപ്പോൾ ഇതുപോലെ പരാജയപ്പെട്ടൊരു മന്ത്രി, ഞാൻ പറയുന്നത് ഡോക്ടർ എ ആർ മേനോനെ പോലെ പ്രഗത്ഭമതികൾ കൈകാര്യം ചെയ്തൊരു വകുപ്പിൽ ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. അത് പറയുമ്പോൾ ഞങ്ങളുടെ മെക്കട്ടേക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയിട്ടില്ല, കേരളത്തിൽ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. ആരോഗ്യ വകുപ്പിൻ്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇപ്പോൾ ഡോക്ടർ ആരീസിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ മുഴുവൻ ഈ സർക്കാരിനെതിരെ രംഗത്ത് വരും. ഒരു ഡോക്ടറെ സംബന്ധിച്ച്, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നാളെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അദ്ദേഹമാണ് മറുപടി പറയേണ്ടി വരിക. ഇപ്പോൾ സർജറി സമയത്ത് നടത്താതെ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരോടെ ചോദിക്കുക? മന്ത്രിയോടല്ല, ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിനോടാണ് ചോദിക്കുക. ആ നിലയ്ക്കാണ് ഡോക്ടർ ഹാരിസ് ഇങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹം. പക്ഷെ ഇവിടെ രാഷ്ട്രീയമല്ല നോക്കണ്ട. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇന്നൊരു ചാനലിൽ ഞാൻ വാർത്ത കണ്ടു, ഞാൻ എൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചില്ല. കോഴിക്കോട് ഒരു 65 വയസ്സുള്ള ഒരു പത്രം വിറ്റ് നടക്കുന്ന ഒരാളെ വാഹനം ഇടിച്ച് അദ്ദേഹത്തിന് ആദ്യം ജില്ലാ ആശുപത്രിയിൽ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്തു. ഇവിടെ വന്നപ്പോൾ ശസ്ത്രക്രിയ നടത്താനുള്ള എക്യുപ്മെൻറ്റ്സ് വരെ 65 വയസ്സുള്ള പത്രവിൽപ്പനക്കാരനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഈ ആരോഗ്യ വകുപ്പ് കേരളത്തിൽ? അപ്പോൾ ഇതുപോലെ പരാജയപ്പെട്ടൊരു മന്ത്രി, ഞാൻ പറയുന്നത് ഡോക്ടർ എ ആർ മേനോനെ പോലെ പ്രഗത്ഭമതികൾ കൈകാര്യം ചെയ്തൊരു വകുപ്പിൽ ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. അത് പറയുമ്പോൾ ഞങ്ങളുടെ മെക്കട്ടേക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയിട്ടില്ല, കേരളത്തിൽ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെൻറ്റ് അത് അവരുടെ സംസ്കാരമായിരിക്കും. ഞാൻ ആ സംസ്കാരത്തിലേക്ക് വിടുന്നില്ല, കാരണം ഇവിടെ തർക്കം ഞങ്ങൾ തമ്മിലല്ലല്ലോ. ആരോഗ്യ വകുപ്പിൻ്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇപ്പോൾ ഡോക്ടർ ആരീസിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ മുഴുവൻ ഈ സർക്കാരിനെതിരെ രംഗത്ത് വരും. അതുകൊണ്ടാണ്, അല്ലാതെ ഡോക്ടർ ആരീസിനോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല. ഈ നടപടി ശരിയല്ല. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും, അത് തിരുത്തേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കൊക്കെ ഉള്ളത്. പിന്നെ മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യം, അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അതായത് മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ ഇതാണ് അവസ്ഥ. ഇപ്പോൾ എന്തിനാ പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്? എന്തിനാ? അവർക്ക് അവിടെ പോകാൻ കഴിയൂ. അവർ കാരണം സ്വകാര്യ ആശുപത്രിയിൽ നല്ല സേവനമുണ്ട്, പക്ഷേ അവർ ഈ പാവപ്പെട്ട രോഗികൾക്ക് ഒരു കോട്ട മാത്രം മാറ്റി വയ്ക്കുക. ഒരു കോട്ട അവർക്കുണ്ട്, പക്ഷേ അതിനപ്പുറം അവർ ചെയ്യില്ല. കാരണം അവർക്ക് ഡോക്ടർമാർക്ക് അവർ പറയുന്നത് ഈ ഡോക്ടർമാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കേണ്ടതാണ്. അവർ പറയുന്നതിന് ശരിയുണ്ട്. അവർ ഇപ്പോൾ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിൽ പോകും, നമുക്കതിനെ കുറ്റം പറഞ്ഞുകൂടാ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ളൊരു രോഗി സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇതാണ് അനുഭവമെങ്കിൽ പിന്നെ മഞ്ഞക്കാടിന് പോലും വിലയില്ലാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് മറ്റൊരു ആശയം വന്നു. ഒരു കെട്ടിടം പണിയുന്ന അവിടെ പരിക്കേറ്റൊരു വ്യക്തി, അദ്ദേഹത്തിന് മഞ്ഞക്കാട് കിട്ടി വന്നു. അവസാനം 88,000 രൂപ അയാളുടെ കയ്യിൽ നിന്ന് ചിലവായി, അത് മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട ചുമതലയില്ലേ പ്രതിപക്ഷത്തിന്? പക്ഷെ മന്ത്രി പറയുന്നത് LDF UDF കാലത്തെ താരതമ്യത്തിലും വെല്ലുവിളിക്കുന്നുണ്ട് മന്ത്രി. അല്ല, എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഫണ്ട് വിനിയോഗിച്ചിട്ട് എന്താ? ഫണ്ട് വിനിയോഗിച്ച എക്യുപ്മെൻറ്റ്സ് എവിടെ? UDFൻ്റെ കാലത്ത് ഏതെങ്കിലും, UDFൻ്റെ മാത്രമല്ല കഴിഞ്ഞ LDF സർക്കാരുകളുടെ കാലത്തും മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഉപകരണങ്ങളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. ശങ്കര വക്കീലിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ ശങ്കര വക്കീലിന്റെ കാലത്ത് എത്ര പേഷ്യൻസ് മരിച്ചിട്ടുണ്ട് സർജറി ഇല്ല? അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയ സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയാം. ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മെഡിക്കൽ കോളേജിന് വേണ്ടി മുൻകാല സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് LDF. ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. ഇപ്പോഴത്തെ സീനെ പറ്റി പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണോ? എന്നാൽ ഫ്ലാഷ് ബാക്ക് കാണാനാണോ ചെന്നിരിക്കുന്നത്? നിലവിലുള്ള സാഹചര്യം എന്താ? അപ്പോൾ അക്കാര്യത്തിൽ അമ്പേ പരാജയമാണ് ഈ മന്ത്രി.